ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥി തന്നെ എത്തി പ്രവർത്തകരെ അന്വയിപ്പിക്കുകയാണ്. നേരത്തെ കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ പോലീസ് വിട്ടയക്കുകയും പോലീസ് വാഹനം പോലീസ് സ്റ്റേഷനകത്തേക്ക് പോവുകയും ചെയ്തു. പ്രവർത്തകരോട് പിരിഞ്ഞു പോകണം. അതേസമയം തന്നെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് നാളെ മുതൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് വഴിക്കടവ് ഉൾപ്പെടെയുള്ള മേഖലകളിലും മലപ്പുറം ജില്ലയുടെ എല്ലാ മേഖലകളിലും പ്രതിഷേധം ശക്തമാക്കാൻ കൂടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ UDF-ന്റെ നേതാക്കൾ സ്ഥാനാർത്ഥി തന്നെ ഇപ്പോൾ നേരിട്ടെത്തി അങ്ങനെ ഒരു അറിയിപ്പാണ് ഇപ്പോൾ പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. നമ്മളപ്പോൾ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നു അല്ലേ? പോലീസിന്റെ അതിക്രമം മൂലം ദേഹാസ്വസ്ഥ്യമുണ്ടായി വീണിരിക്കുകയാണ്. അദ്ദേഹത്തെ നമ്മൾ ആശുപത്രിയിൽ പോയി സന്ദർശിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിച്ച് നേതാക്കന്മാരുമായി ആലോചിച്ച് ചെയ്യും. വനമന്ത്രി കുറച്ചു മുമ്പ് പറഞ്ഞത് ഇതിനെ രാഷ്ട്രീയമായി UDF ഉപയോഗിക്കുകയാണ്, വസ്തുത മനസ്സിലാക്കാതെ എന്നാണ്. ഇതിന് ഞാൻ ചോദിക്കട്ടെ, ഈ സംഗതി ചെയ്തത് ഏറ്റവും വലിയ ദ്രോഹമാണ് ഈ കുട്ടിയോട് ചെയ്തത്. ഇതൊരു കൊലപാതകമാണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ലല്ലോ, ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. പിന്നെ അതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? സ്വാഭാവികമായും നിലമ്പൂർ അത് ചർച്ച ചെയ്യപ്പെടില്ലേ? നിലമ്പൂരിലെ ഞങ്ങളുടെ ഒരു കുഞ്ഞിനെ ഈ സർക്കാരിന്റെ മൗനാനുവാദത്തോടെ, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ മൗനാനുവാദത്തോടെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അത് ചർച്ച ചെയ്യില്ലേ നിലമ്പൂര്? അതാണോ രാഷ്ട്രീയം എന്ന് പറയുന്നത്? താങ്കൾക്കെതിരെ കൂടി വ്യക്തിപരമായ ചില വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയ പക്വതയില്ലായ്മയാണ്. ഒരു തെരഞ്ഞെടുപ്പില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു സമരം ഉണ്ടാകില്ല എന്നൊക്കെയാണ് വിചാരം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞതാ. വ്യക്തിപരമായ പരാമർശങ്ങൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറില്ല. വ്യക്തിപരമായി എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് അവഗണിക്കുന്നയാളാണ് പൂർണ്ണമായും. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ ചർച്ചകൾ തിരിച്ചു കൊണ്ടുപോകാൻ LDF പല ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിലമ്പൂർ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന കാട്ടുമൃഗശല്യവും കർഷകരനുഭവിക്കുന്ന ദുരിതവും ഈ നാട്ടുകാരനുഭവിക്കുന്ന ദുരിതവും കേരളത്തിലെ 9 വർഷത്തെ ഗവൺമെന്റിന്റെ നയപരിപാടികൾ കൊണ്ട് നിലമ്പൂർ അനുഭവിക്കുന്ന ദുരിതമാണ്. ഒരു സംശയം വേണ്ട. അതിൽ നിന്ന് ഏത് മന്ത്രി പറഞ്ഞാലും ആര് പറഞ്ഞാലും ചർച്ചകളെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ കഴിയില്ല. നിലമ്പൂർ ഇത് ചർച്ച ചെയ്യും. നിലമ്പൂർ അതിനനുസരിച്ചുള്ള ജനവിധി നിലമ്പൂരിലുണ്ടാവും. ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം ഇതാണ്. ആശുപത്രിയിൽ ഒരു പ്രവർത്തകൻ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. ആ പ്രവർത്തകനെ കാണാനായി ഇവിടുന്ന് ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ മടങ്ങുകയാണ്. അവിടേക്ക് പോകുന്നു. പ്രവർത്തകർ ഇവിടെ നിന്നും പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഇനിയിപ്പോൾ ഇവിടെ അവശേഷിക്കുന്നത്. ആരും ഇനി ഇവിടെ തുടരേണ്ടതില്ല. തുടർ സമര പരിപാടികൾ അറിയിക്കാമെന്നാണ് പ്രവർത്തകരോട് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കുന്നത്. പ്രവർത്തകർ ഇവിടെ നിന്നും മടങ്ങണം എന്നൊരു നിർദ്ദേശവും നൽകിയിരിക്കുന്നു. മുദ്രാവാക്യം വിളിച്ച് മടങ്ങാൻ ശ്രമം നടത്തിയപ്പോൾ പോലും നേതാക്കന്മാർ ഇടപെട്ട് അത് തടസ്സപ്പെടുത്തി. ഇത്തരത്തിൽ വാഹനത്തിൽ കയറി പ്രവർത്തകരെ പുറത്തിറക്കി വിട്ടതാണ്. ആ പ്രവർത്തകരെയും കൊണ്ടാണ് ഇവർ മടങ്ങി ഇറങ്ങിയത്. ബലപ്രയോഗത്തിലൂടെയാണ് അവരെ പുറത്തിറക്കിയത്. അതിനാൽ തന്നെ ഇനിയിപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ വേണ്ട. പ്രവർത്തകരെ വിട്ടയച്ച സാഹചര്യത്തിൽ ഇനി ഇന്നത്തേക്കുള്ള പ്രതിഷേധം വേണ്ട എന്ന് വ്യക്തമാക്കുകയാണ് ആര്യാടൻ ഷൗക്കത്ത് അടക്കമുള്ളവർ. വഴിയിൽ ഇപ്പോഴും നമുക്ക് പ്രവർത്തകരെ കാണാൻ കഴിയുന്നുണ്ട്. എങ്കിലും ഈ ആശുപത്രിയിലുള്ള പ്രവർത്തകന്റെ അവസ്ഥ എങ്ങനെയാണ്? ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ ആളെ കണ്ടു. ഡോക്ടർമാർ വന്ന് അദ്ദേഹത്തിന് ECG എടുത്തു. എല്ലാവിധ ടെസ്റ്റും നടത്തി. പോലീസ് ജീപ്പിനകത്ത് വെച്ച് പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നാണ് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഡോക്ടർമാർ കൃത്യമായ ചികിത്സ നൽകുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയും കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഇതാണ് ഇപ്പോൾ ആശുപത്രിയിലെത്തി ആ പരിക്കേറ്റ പ്രവർത്തകനെ കണ്ടു മടങ്ങിയെത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആശുപത്രിയിലുള്ള പ്രവർത്തകനെ സന്ദർശിക്കാനായി ഇപ്പോൾ സ്ഥാനാർത്ഥി കൂടി അവിടേക്കെത്തും. ശക്തമായ സമരം നാളെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പ്രഖ്യാപിക്കുന്നത്. ഏത് തരത്തിലുള്ള സമരം എന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടായിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടമായതിനാൽ ഹർത്താൽ പ്രഖ്യാപിച്ചൊന്നും മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല എങ്കിൽ കൂടി അതിന് സമാനമായ ആ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ആര്യാടൻ മുഹമ്മദ് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട് മാധ്യമങ്ങളോട്. ഇപ്പോൾ ഈ സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യമടക്കം ഒരുപക്ഷെ വിശദീകരിച്ചു. നടപടി വേണം ഈ രീതിയിൽ. തീർച്ചയായും ഉടമസ്ഥന് മാത്രമല്ല, അതിന് അനുവാദം കൊടുക്കുന്ന KCB ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി വേണ്ടേ? ഈ കാര്യത്തിൽ അന്വേഷണം നടത്തണ്ടേ? അതിനുവേണ്ട പരിഹാരങ്ങൾ ഉണ്ടാവണ്ടേ? അത് തന്നെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. കാലമായി ചെയ്യുന്നതായി താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ? KCB ഇന്നലെ വെച്ചതല്ലല്ലോ. അവിടെയുള്ള ആളുകൾ പറയുന്നു കുറെ കാലമായിട്ട് ചെയ്തു വരികയാണ്. എന്തായാലും ഈ കാര്യത്തിൽ സർക്കാരിന്റെ നടപടി എന്ത് എന്ന് നോക്കിയിട്ടായിരിക്കും ബാക്കിയുള്ള പ്രക്ഷോഭം. കേന്ദ്ര സർക്കാരിന്റെ ഒരു നിയമത്തിന്റെ പ്രശ്നം
എന്തായാലും ആര്യടൻ ഷൗക്കത്ത് ഇപ്പോൾ ഇതിൽ നിന്നും മടങ്ങുകയാണ്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ആളുകളെ കാണാനായി ആശുപത്രിയിൽ ചികിത്സയിൽ പരിക്കേറ്റ് കഴിയുന്ന ആളെ കാണാനായി അവിടേക്ക് പോവുകയാണ്. മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും കൂടെയുണ്ട്. ഇനി നാളത്തെ സമരപരിപാടികൾ ആലോചിച്ച് പറയാം, തുടർ സമരപരിപാടികളെ പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത്. സ്ഥാനാർത്ഥി അടക്കം എത്തി പ്രവർത്തകരെ മോചിപ്പിച്ചു എന്നുള്ള ഒരു മറുപടി, ഒരു പ്രതിരോധം എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ ഈ പറയുന്ന CPM-ൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം നിയമം കയ്യിലെടുത്തുകൊണ്ടുള്ള ഒരു നടപടി ആര്യടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് ശരിയല്ല എന്നൊരു വാദമാകും ഉറപ്പായും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും CPM-ൻ്റെ ഭാഗത്തു നിന്നും LDF നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുക എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇവിടെ കണ്ടത്. പോലീസിനെ ബലം പ്രയോഗിച്ച് അവിടെ നിന്ന് വാഹനത്തിന് മുന്നിൽ നിന്നും നീക്കി പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി അവിടെ ഇവരെല്ലാവരും വാഹനത്തിലേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ആ വാഹനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും ഇറക്കിക്കൊണ്ട് പോരുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് ആശുപത്രിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം തുടർച്ചയായി സംസാരിച്ചിരുന്നു. ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിച്ചു, പിന്നീട് പ്രവർത്തകരോട് പ്രതികരിച്ചു, ഏറ്റവും ഒടുവിൽ വീണ്ടും മാധ്യമങ്ങളോട് പ്രതികരിച്ചു. എല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണ്, തുടർ സമരപരിപാടികൾ ഉണ്ടാകും. KSEB ആണ് ഇതിന് ഉത്തരവാദി. സർക്കാർ സ്പോൺസേഡ് മർഡർ എന്നുള്ള കാര്യം അദ്ദേഹം ഓരോ വട്ടം സംസാരിക്കുമ്പോഴും ആവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരിക്കും UDF-ൻ്റെ ഒരു നിലപാട്. നാളെ ഇപ്പോൾ അതിനനുസരിച്ചുള്ള പ്രതിഷേധ പരിപാടികളും എല്ലായിടങ്ങളിലും ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. ശരി, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ആര്യടൻ ഷൗക്കത്ത് എത്തി പ്രവർത്തകരുമായി സംസാരിക്കുകയും അങ്ങനെ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടു. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നു.